നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൊടുങ്കാറ്റ് വീശുന്ന കാഴ്ചയാണ് കേരളത്തിൽ. ഒരു പാട്ടിനെ ഭയപ്പെട്ടവർ ഇപ്പോൾ സുനാമിക്ക് മുന്നിൽ തകർന്നടിയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കപ്പെടും എന്ന ആശങ്കകൾക്കിടയിൽ ഇപ്പോഴിതാ ഹൈക്കോടതിയുടെ അതിശക്തമായ ഇടപെടലുകൾ. ഹൈക്കോടതിയുടെ ഉഗ്രശാസനയ്ക്ക് തൊട്ടുപിന്നാലെ SIT 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ കേസിലെ ഏറ്റവും നിർണായക നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു. സ്വർണ്ണക്കവർച്ചാ കേസിൽ അന്വേഷണത്തിലെ വീഴ്ചകൾ ഒന്നൊന്നായി തുറന്നുകാട്ടി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അതിനു പിന്നാലെയാണ് അതിശക്ത നീക്കങ്ങളുമായി SIT കളത്തിലിറങ്ങിയത്. പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റംഗങ്ങൾക്കും ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കേരള ഹൈക്കോടതിയുടെ ചോദ്യം. അവരിലേക്ക് അന്വേഷണം പോകാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ട തീരുമാനം ദേവസ്വം ബോർഡ് സംയുക്തമായി കൈക്കൊണ്ടതാണ്. 2019 ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യം. പത്മകുമാറിനെ പോലെ തന്നെ ഈ 2 ഉദ്യോഗസ്ഥർക്കും കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് ഹൈക്കോടതി SIT ഓർമ്മപ്പെടുത്തി. ഈ 2 പേർക്കെതിരെയും നടപടികൾ എടുത്തില്ല, അവരെ കാര്യമായി ചോദ്യം ചെയ്തതായി കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല. ഇത് അന്വേഷണത്തിലെ വലിയ പാളിച്ചയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP S ശശിധരൻ ഈ വിഷയങ്ങൾ പരിശോധിക്കണമെന്ന് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നത് സംശയകരമാണ്. ബോർഡ് മെമ്പർമാരായിരുന്ന വിജയകുമാർ, ശങ്കർദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് കോടതിക്ക് ആശങ്ക. കേരളം നടുങ്ങുന്ന ചില വെളിപ്പെടുത്തലുകളും ഹൈക്കോടതി നടത്തി. സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവ കുറ്റകൃത്യമാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി. വൻതൂക്കുകൾ ഒഴിവാക്കപ്പെടരുത് എന്ന് കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു. ഡിസംബർ 5 ശേഷം അന്വേഷണത്തിൽ ഒരുവിധ പുരോഗതിയുമില്ല. അന്വേഷണത്തിലെ മെല്ലെപ്പോക്കിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിന്ന അപൂർവ കുറ്റകൃത്യം. സംരക്ഷകർ തന്നെ വിനാശകരായി മാറി. ഒരു പുണ്യക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിലും തിരുവാഭരണങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണം അധികാരികൾ ചേർന്ന് ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണം ഗുരുതരമാണ് എന്ന് കോടതി വീണ്ടും ഓർമ്മപ്പെടുത്തി. ഇത് കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു കുറ്റകൃത്യമാണ്. കേസിനാസ്പദമായ സംഭവങ്ങൾ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മതപരമായ വികാരങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. സ്വർണം പൂശിയ നിലയിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളും കട്ടിളകളും വെറും ചെമ്പുപാളികളാണ് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം സ്വർണ്ണ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കർശന നിയമങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടില്ല. ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങളിൽ മറുവശത്ത് SIT ചില ത്വരിത നീക്കങ്ങളിലേക്ക് കടക്കുന്നു. അതുമാത്രമാണ് കേരളത്തിന് മുന്നിൽ അല്പമെങ്കിലും ആശ്വാസമുണ്ടാക്കുന്നത്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ നിർണായകമായ 2 അറസ്റ്റുകളിലേക്ക് SIT കടന്നു. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ CEO പങ്കജ് ഭണ്ഡാരി, തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ SIT കസ്റ്റഡിയിലെടുത്തു. പങ്കജ് ഭണ്ഡാരിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത് അടുത്ത ബന്ധമെന്ന് SIT പറയുന്നു. ഗോവർദ്ധനുമായും ഉണ്ണികൃഷ്ണൻ അടുത്ത ബന്ധമുണ്ട്. ഇരുവർക്കും സംസ്ഥാന ഭരണകൂടത്തിലെ ചിലരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നു. അതിശക്ത അറസ്റ്റുകളിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് ശങ്കർദാസും വിജയകുമാറുമൊക്കെ അറസ്റ്റിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. പ്രധാന പ്രതികളുടെ അറസ്റ്റിൽ എന്തിന് കാലതാമസമെന്ന ഹൈക്കോടതിയുടെ ഇടിവെട്ട് ചോദ്യത്തിനു മുന്നിലാണ് ഇപ്പോൾ ഇത്തരം മിന്നൽ നീക്കങ്ങളിലേക്ക് SIT കടക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ഇരുവരെയും ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തു വരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കൊല്ലത്തെ കോടതിയിൽ ഹാജരാക്കും. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുടെ പങ്ക് ഈ തട്ടിപ്പിൽ വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തത് എന്ന് SIT സൂചിപ്പിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന 2 പേരാണ് പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധനും. സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നതിവർ 2 പേരും. മുമ്പ് 2 തവണ SIT പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തിരുന്നു.
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് പങ്കജ് ഭണ്ഡാരിയെ വിശദമായി ചോദ്യം ചെയ്തു. പിന്നീട് ഒരാഴ്ച മുൻപ് പങ്കജ് ഭണ്ഡാരിയെ കേരളത്തിലേക്ക് വിളിപ്പിച്ചു വരുത്തി വീണ്ടും വിശദമൊഴിയെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തതിനു ശേഷമായിരുന്നു പങ്കജ് ഭണ്ഡാരിയെ വിളിച്ചു വരുത്തി ദീർഘമായി മൊഴിയെടുത്തത്. പങ്കജ് ഭണ്ഡാരിയെ അന്ന് അറസ്റ്റ് ചെയ്യും എന്ന ധ്വനി പൊതുവെ പരന്നിരുന്നു. എന്നാൽ കുടുംബത്തിൽ ഇയാൾ പങ്കെടുക്കേണ്ട ഒരു അത്യാവശ്യ ചടങ്ങുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അന്ന് പങ്കജ് ഭണ്ഡാരിയെ സൈറ്റ് വിട്ടയച്ചു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ സുപ്രധാനമായ 2 അറസ്റ്റുകൾ. അതിനു പിന്നാലെ ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മറുവശത്ത് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഇടിവെട്ടുത്തരവിൽ നടുങ്ങി നിൽക്കുകയാണ് SIT. മറുവശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് അന്വേഷണം തുടരാൻ ആവശ്യപ്പെടുന്ന കൊല്ലം വിജിലൻസ് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് SITയുടെ പക്കലുള്ള രേഖകൾ കൈമാറാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. പ്രധാന പ്രതികളുടെ അറസ്റ്റിൽ എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇത്രമാത്രം അലംഭാവം വരുത്തി? ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഹൈക്കോടതിയുടെ അതിശക്ത ഇടപെടൽ. കഴിഞ്ഞ 2 ദിവസമായി ഒരു പാട്ടിനെ ചൊല്ലിയായിരുന്നു കേരളത്തിൽ ഏറെ വിവാദങ്ങൾ ഉയർന്നത്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഗാനത്തിന് പിന്നാലെ പാഞ്ഞ സർക്കാർ ആ ഗാനം വല്ലാതെ ഭയന്നിരുന്നു. ആ ഗാനത്തിനെതിരെ നിരവധി പരാതികൾ CPMലെ പ്രമുഖർ തന്നെ നൽകുകയും തുടർന്ന് ഗാനം നിരോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഈ ഗാനം ചിട്ടപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്യും എന്ന പ്രതീതി വളരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ. ഒരു ഗാനത്തെ ഭയപ്പെട്ടവർ ഇപ്പോഴിതാ കൂട്ട അറസ്റ്റുകൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും അറസ്റ്റിന് പിന്നാലെ ശങ്കർദാസും വിജയകുമാറുമൊക്കെ അറസ്റ്റിലാകുമെന്നുറപ്പായി. ഇതോടെ അടുത്ത വമ്പനിലേക്ക് അന്വേഷണ സംഘം തിരിയുന്ന കാഴ്ച. ശബരിമല കൊള്ളയ്ക്ക് പിന്നിലെ നിഗൂഢ വസ്തുതകൾ ഓരോന്നായി കേരളത്തിന് മുന്നിൽ അനാവൃതമാവുകയാണ്. അതിശക്തി ഇടപെടലുകളിലൂടെ ഹൈക്കോടതി വീണ്ടും കേരളത്തെ ഞെട്ടിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടന്നുവരവും ഒപ്പം ഏറെ ആശങ്കയുണ്ടാക്കുന്നത് ഈ ഭരണകൂടത്തെ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വമ്പന്മാരുടെ പിന്നാലെ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട് എന്നത് പ്രത്യേകം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. അവിടെയാണ് ഒരു സർക്കാർ അടപടലം വീഴാനൊരുങ്ങുന്നത്. കേസന്വേഷണത്തിൽ ഒരുവിധ അലംഭാവവും കാണിക്കരുത് എന്ന് SIയോട് ഇന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഏതെങ്കിലും വിധത്തിലുള്ള അലംഭാവമോ സമ്മർദ്ദമോ SITക്ക് മുകളിലുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായാൽ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ അന്വേഷണം ഇനി കടന്നുവരുമെന്ന് വ്യക്തം. അതിൻ്റെ സൂചനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ ഇടപെടലുകൾ, അതിന് കോടതി നൽകിയ പരിഗണന. ബോർഡംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമില്ലാതെ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടക്കില്ല. അന്വേഷണം വൻ സ്രാവുകളിലേക്ക് നീങ്ങണമെന്നും ഹൈക്കോടതി തീർത്തു പറഞ്ഞു. അന്വേഷണത്തിൽ വിവേചനം കാണിക്കരുതെന്നും ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘം കാണിക്കുന്ന അലംഭാവവും കോടതി ചൂണ്ടിക്കാട്ടി. വലിയ അതൃപ്തിയാണ് ഹൈക്കോടതി ഇന്ന് പ്രകടിപ്പിച്ചത്. അഴിമതി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസറാണ്. ഇത്തരം കേസുകളിൽ കോടതികൾ സമാന്തരമില്ലാതെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. പ്രതികൾ സ്വാധീന ശക്തിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വല പൊട്ടിച്ചവർ രക്ഷപ്പെട്ടു പോകരുത്. അന്വേഷണ പരിധിയിൽ നിന്ന് ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നു എന്ന വിമർശനവും കോടതി ഉയർത്തി. പഴുതടച്ച അന്വേഷണമാണ് ഇവിടെ വേണ്ടത് എന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. ജസ്റ്റിസ് A. ബദറുദ്ദീനാണ് ജാമ്യ ഹർജികൾ തള്ളിക്കൊണ്ട് ഇന്ന് ഉത്തരവിറക്കിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ബോർഡ് മുൻ കമ്മീഷണർ KS ബൈജു എന്നിവർക്ക് ജാമ്യം നൽകുന്നത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ ബാധിക്കുമെന്നും കോടതി പറഞ്ഞു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ N. വാസുവും പത്മകുമാറും ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച ചില വാദം ഇതായിരുന്നു കേരളം ഞെട്ടലോടെ കേട്ടത്. ശബരിമലയിൽ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തെക്കുറിച്ചുള്ള ആധികാരിക കണക്കുകളില്ല എന്ന നിലപാടാണ് അവർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. എന്നാൽ അവരുടെ വാദം മുഖവിലക്കെടുക്കാതെ കോടതി കടുത്ത നടപടികളിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവർ രക്ഷപ്പെടില്ല എന്നുറപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് ഹൈക്കോടതി ഉത്തരവിലൂടെ കേരളം മനസ്സിലാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.